വർഷം മുമ്പ് ബാർബഡോസിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വിജയതീരം തൊട്ടപ്പോൾ ഡഗ്ഔട്ടിൽ കാഴ്ചക്കാരന്റെ വേഷത്തിലായിരുന്നു സഞ്ജു. ഇത്തവണ 2026 ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം കിരീടം തൊടുമ്പോൾ സഞ്ജു വിജയയാത്രയുടെ തേരാളിയായി മാറിയിരിക്കുന്നു. ഇതൊരു മലയാളിയുടെ കയ്യൊപ്പ് പതിഞ്ഞ കിരീടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കിവികളെ നിലം തൊടാൻ അനുവദിക്കാതെ 96 റൺസിന് നേടിയ വിജയം റണ്ണടിസ്ഥാനത്തിൽ ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന ജയം കൂടിയാണ്. ആദ്യമായിട്ടാണ് ഒരു ടീം ട്വന്റി ലോകകപ്പ് നിലനിർത്തുന്നത്. ഇന്ത്യയുടെ ഈ വിജയം സഞ്ജുവിന്റെ പേരിൽ കുറിക്കുമ്പോൾ നാം എല്ലാം ജസ്പ്രീത് ബുംറയുടെ ബൌളിംഗിനോടും കടപ്പെട്ടിരിക്കുന്നു. ഫൈനലിൽ 4 വിക്കറ്റ് നേടി കളിയിലെ താരമായി മാറിയിരിക്കുന്നു ബുംറ. അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷന്റെയും അർദ്ധ സെഞ്ചുറികൾ കിരീടത്തിന്റെ തിളക്കം കൂട്ടുന്നു. ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുമ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ വീണുടഞ്ഞ കിവികളുടെ സ്വപ്നങ്ങൾ ഒരു ചെറിയ പിടച്ചിൽ ഓരോ ക്രിക്കറ്റ് ആരാധകരിലും ഉണ്ടാക്കുന്നു. ഇത് രണ്ടാം തവണയാണ് ന്യൂസിലാൻഡ് ട്വന്റി ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെടുന്നത്. 2021 ഓസ്ട്രേലിയ കപ്പുയർത്തുമ്പോഴും കിവികൾ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഓർക്കുക, 2007 ആദ്യ ട്വന്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. 3 തവണ ട്വന്റി ലോകകപ്പ് നേടുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ട്വന്റി ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ. 2026 ട്വന്റി ലോകകപ്പ് ടൂർണമെന്റിലെ താരം സഞ്ജു സാംസൺ. കളിയിലെ താരം ജസ്പ്രീത് ബുംറ. ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം സഞ്ജു സാംസൺ.